ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന ഇപ്പം കുറേ തരത്തിലുള്ള പേഷ്യൻസിനെ കാണുന്നുണ്ടാവുമല്ലോ, ഏറ്റവും കൂടുതൽ എന്ത് ബുദ്ധിമുട്ടുമായിട്ടാണ് മനുഷ്യർ ഡോക്ടറെ കാണാൻ വരാറുള്ളത്? ഞാനൊരു ഓർത്തഡോണ്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്നത് കൂടുതലും കുറച്ചുകൂടി യങ് ആയിട്ടുള്ള പേഷ്യൻസാണ് മെജോറിറ്റി വരുന്നത്. കൂടുതലും വരുന്ന ആളുകൾക്ക് പ്രശ്നമുള്ളത് പല്ലിൽ ആരെങ്കിലും കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു എനിക്ക് ക്ലാസ്സിൽ ചിരിക്കാൻ മടിയാണ്. ഈ പിയർ പ്രഷർ ഉണ്ടല്ലോ കുട്ടികളിൽ, വളരെ അത് വലുതായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം കേട്ടോ. എനിക്ക് നേരത്തെ കോമ്പലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ എന്തിനെങ്ങനെ ചിരിക്കുന്നത്, എൻ്റെ ചിരി കണ്ടിട്ട് പേടിയാവുന്നത്. അപ്പം എൻ്റെ ചിരി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അത് പിന്നെ നമ്മൾ നോർമലായിട്ട് നിൽക്കുമെങ്കിലും എനിക്ക് ചിരിക്കാൻ മടിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടോ, ഞാൻ എൻ്റെ പല്ലിന് ശരിയല്ലല്ലോ, പൊങ്ങിയിട്ടാണല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കമ്പിയിട്ടത് കറക്റ്റ് ചെയ്തു. അപ്പോൾ അന്നേരം എനിക്കുണ്ടായ ഒരു ഫീലിംഗ് കാരണം ഞാനത് പിന്നെ വായ പൊത്തി ചിരിക്കാൻ തുടങ്ങി, ചിരി കുറയ്ക്കാൻ തുടങ്ങി. ചിലരെ കണ്ടിട്ടില്ലേ ചിരിക്കുമ്പോൾ വായ പൊത്തിയിട്ടാണ് ചിരിക്കണേ, അല്ലെങ്കിൽ പല്ല് ചുണ്ടു വെച്ചിട്ട് മറച്ചു പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യും. പതുക്കെ നമ്മളിങ്ങനെ വിഡ്രോ ആയി വരും. അത് നമ്മുടെ ഫുൾ കോൺഫിഡൻസിനെയും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്ന കൂടുതലും ഈ ടീനേജേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പിയർ പ്രഷറാണ് മെയിനായിട്ടുള്ള റീസൺ. പല്ല് നന്നാക്കണം, ചിരി, കോൺഫിഡൻസ് ഇല്ല, അതൊക്കെയാണ്